രുചിക്കാനുള്ള ശേഷി നാവിന് നഷ്ടമായിരിക്കണം. ആമാശയത്തിൽ നിന്നും വിശപ്പ് പലായനം ചെയ്തിരിക്കണം. കാഴ്ചകൾക്ക് നേരെ തുറന്നാൽ കഴച്ച് കടയുന്നുണ്ടാവണം കണ്ണുകൾ. വരികളിൽ നിന്ന് വാക്കുകളെ വിടർത്തി കൊടുക്കാൻ കണ്ണടകൾ പരാജയപ്പെടുക വഴി വായനയ്ക്ക് വഴിമുട്ടിയിരിക്കണം. സന്ധ്യകളിൽ കൂടുകൂട്ടി കുടുംബസമേതം വേദന പൊറുതി തുടങ്ങിയിരിക്കണം. വലിക്കാനുള്ള ബീഡി ചുണ്ടത്തെത്തിക്കാൻ പോലും ഒരുപക്ഷെ പരസഹായം വേണ്ടിയിരിക്കണം. തേടിയതെല്ലാം നേടിയിരിക്കണം. നേടാനുള്ളത് മാത്രമല്ല, ജീവിതമെന്ന ബോധ്യം ഒരുപക്ഷെ തേടി ചെന്നിരിക്കണം. ആകമൊത്തം നോക്കിയാൽ ജീവിത വിരക്തി തന്നെ സംഭവിച്ചിരിക്കണം, അല്ലേ? അല്ലാതെ ഇത്രയും ഉന്നത സ്ഥാനീയനായിട്ടുള്ള ഒരു മഹാമനുഷ്യന് ഇങ്ങനെ വല്ലതും പറയാൻ പറ്റുമോ? അതും പൈശാചിക ശക്തികളുടെ ദൈവമായ ആ മരമന്നന്റെ സാന്നിധ്യത്തിൽ തന്നെ. ശരിയല്ലേ? പോങ്ങൻ പറഞ്ഞു വരുന്നത് MDയെ പറ്റിയാണെന്ന് തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ കരുതുന്നുണ്ടോ ജീവിത വിരക്തി സംഭവിച്ചത് കൊണ്ടാണ് MD ഇത്ര ശക്തമായി ഇടതു സർക്കാരിനെതിരെ ഇപ്പോൾ പ്രതികരിച്ചതെന്ന്? അങ്ങനെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർക്കൊപ്പം ഈ പോങ്ങൻ എന്തായാലും ഇല്ല. ജീവിത വിരക്തിയല്ല, MD വാസുദേവൻ നായർ ഒന്നാന്തരം ഒരു പോങ്ങനായി തീർന്നു എന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചതെന്നാണ് ഈയുള്ളവന്റെ ഉറച്ച വിശ്വാസം. എന്തുകൊണ്ട് പോങ്ങൻ അങ്ങനെ വിശ്വസിക്കുന്നുവെന്ന് പറയാം, പക്ഷെ അതിനു മുന്നേ മറ്റൊന്ന് ബാക്കിയുണ്ട്. അതെ, അത് തന്നെ. അപ്പോൾ പതിവ് പോലെ ജാതി മത വർഗ വർണ്ണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദമന്യേ എല്ലാ സഹപോങ്ങർക്കും നല്ല ഒന്നാന്തര നമസ്കാരം. ഞാൻ ഹരീഷ്, പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങൻ അഥവാ മുത്തുപോങ്ങൻ. സകല സഹജീവികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം, സുസ്വാഗതം. 90 വയസ്സുള്ള ശ്രീ MD വാസുദേവൻ നായർക്ക് ജീവിത വിരക്തി സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് മരമന്ന ഭരണത്തിനെതിരെ ഇപ്പോൾ നിലകൊള്ളാനുള്ള ഉശിര് അദ്ദേഹം കാട്ടിയത്. ഇങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുകയോ അതല്ലെങ്കിൽ പറയുകയോ ചെയ്താൽ അതിൽ പിശകൊന്നുമില്ല. എന്നാൽ ഈ പോങ്ങന് അങ്ങനെ കരുതാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തെക്കാൾ ഏതാണ്ട് പാതി പ്രായം മാത്രമാണ് നിലവിൽ എനിക്കുള്ളത്. എന്റെ നാവിന് നല്ല രുചിത്വ ശക്തിയുമുണ്ട്. വിശപ്പ് പെറ്റുകിടക്കുന്ന ഒരു ആമാശയവുമാണ് പോങ്ങനുള്ളത്. ചെറിയ അക്ഷരങ്ങൾ വായിക്കാൻ ഏറ്റവും താഴ്ന്ന പവറിലുള്ള ഇതുപോലൊരു കണ്ണടയുടെ സഹായം തേടുന്നുണ്ടെങ്കിലും മറ്റ് കാഴ്ച പ്രശ്നങ്ങളൊന്നും നിലവിൽ പോങ്ങനില്ല. നടക്കാനും പടികൾ കയറി ഇറങ്ങാനും പ്രയാസങ്ങളുമില്ല. അവയവങ്ങളെല്ലാം തന്നെ വളരെ പ്രവർത്തന നിരതവുമാണ്. അങ്ങനെയുള്ള ഞാൻ കഴിഞ്ഞ 6-7 കൊല്ലമായി മരമന്ന ഭരണത്തിനെതിരെ കുരച്ചുകൊണ്ടിരിക്കുന്നത് ജീവിത വിരക്തി സംഭവിച്ചത് കൊണ്ടാണോ? അല്ല, ഞാനൊരു പോങ്ങനായി എന്നതാണ് അതിന് കാരണം. അതുമാത്രമാണ് കാരണം. ജയിച്ചവനും തോറ്റവനും, ധനികനും ദരിദ്രനും, പ്രശസ്തനും അപ്രശസ്തനും, പ്രസക്തനും അപ്രസക്തനും, കരുത്തനും ദുർബലനും, ദൈവവിശ്വാസിക്കും ദൈവനിഷേധിക്കും, നന്മയുള്ളവനും തിന്മയുള്ളവനും, രോഗിക്കും വൈദ്യനും, ചിരിക്കുന്നവനും കരയുന്നവനും, എന്തിനധികം പറയണം, പ്രവാചകനും അനുയായികൾക്കും വരെ യാതൊരു വേർതിരിവും കൂടാതെ ജീവിതം നൽകുന്നത് ഒരേ സമ്മാനമാണെന്ന സത്യം തിരിച്ചറിവായി കൂടെ കൂടണം. മരണം എന്നാണ് ആ സമ്മാനത്തിന്റെ പേരെന്ന് മനസ്സിലാക്കണം. ആ മനസ്സിലാക്കലാണ് ഒരു മനുഷ്യനെ പോങ്ങനാക്കുന്നത്. തേടാതെ തന്നെ നേടാനുള്ളത് നേടേണ്ടവനെ തേടി വരുമെന്ന ബോധ്യം ഒരു പോങ്ങന് മാത്രമേ ഉണ്ടാവൂ. തേടി വരുന്നത് കോട്ടമാണെങ്കിൽ ഒരു പോങ്ങനെ സംബന്ധിച്ച് അതാണ് നേട്ടം. അതാവണം നേട്ടം. കോട്ടത്തെയും നേട്ടമായി കൂട്ടുന്നവന് മാത്രമേ പോങ്ങനാവാൻ കഴിയൂ. അത്തരം ബോധ്യമാണ് പരമാർത്ഥം പറയാനുള്ള ധൈര്യമായി ഒരു പോങ്ങന്റെ പ്രജ്ഞയിൽ ഉറഞ്ഞുകൂടുന്നത്. നഷ്ടങ്ങളെ ഭയപ്പെടാതിരിക്കുക, അനർഹമായത് സ്വന്തമാക്കി അഭിമാനത്തോടെ അനുഭവിക്കാതിരിക്കുക, ജീവിതം ജീവിക്കാൻ മാത്രം കൊള്ളാവുന്ന ഒരു ജീവാവസ്ഥയാണെന്ന ബോധ്യം ഉള്ളിൽ സൂക്ഷിക്കുക, ജനനത്തിൽ നിന്ന് മരണത്തിലേക്ക് മനുഷ്യൻ നടത്തുന്ന യാത്ര മാത്രമാണ് ജീവിതമെന്ന് കാണുക, അതുകൊണ്ട് തന്നെ നേട്ടങ്ങളുടെയും പ്രസിദ്ധിയുടെയും സമ്പാദ്യങ്ങളുടെയും വലിയ ഭാരവും ചുമന്ന് ആ യാത്രയെ കഷ്ടതയിലാക്കരുതെന്ന് ശഠിക്കുക, വഴിച്ചിലവിനുള്ളത് മാത്രം കരസ്ഥമാക്കുക, ചുമ്മാ കാഴ്ചകൾ കണ്ടും വെറുതെ ജീവിതഗതികൾ ആസ്വദിച്ചും അലസഗമനം നടത്തുന്നതാണ് ബുദ്ധിയെന്ന് കരുതുക, സാമൂഹ്യ വിരുദ്ധന്മാരെ കണ്ടാൽ കൂവി വിളിച്ച് സഹജീവികളെ അറിയിക്കുക, നീതിബോധമില്ലാത്തവരെ ആവും വിധം എതിർക്കുക, കനത്ത ആസനങ്ങളെ താങ്ങി നടക്കുന്നവരായി മാറാതിരിക്കുക, സ്വാർത്ഥ ബുദ്ധിയേക്കാൾ സാമൂഹ്യ ബോധം പുലർത്തുക, പൗരബുദ്ധി പ്രകടിപ്പിക്കുക, പ്രശംസകൾക്ക് മുന്നിൽ നെഞ്ചുവിരിക്കുകയും പഴിക്കലുകൾക്ക് മുന്നിൽ തലകുനിക്കുകയും ചെയ്യാതിരിക്കുക, നല്ല വാക്കുകളിൽ കുളിരുകയും ചീത്ത വാക്കുകളിൽ തളരുകയും ചെയ്യാതിരിക്കുക. ഇതൊക്കെയാണ്
ഇതൊക്കെയാണ് പോങ്ങന്മാരുടെ പൊതു സ്വഭാവം. ഈ സ്വഭാവത്തിന്റെയൊക്കെ പല ലക്ഷണങ്ങളുമാണ് MD മരമനന് മുന്നിൽ ഇപ്പോൾ പ്രകടിപ്പിച്ചത്. കമ്മികളുടെ രക്ഷാപ്രവർത്തനത്തിന് ഇരപ്പെടുമോ എന്ന ഭയം അദ്ദേഹത്തിൽ ഉണർന്നില്ല. തന്നെ കണ്ടാൽ വാടിക്കൽ രാമകൃഷ്ണന്റെ ഛായ വല്ലതും മരമനന് തോന്നുമോ എന്ന ചിന്തയും MDയിൽ ഉയർന്നില്ല. പറയാനുള്ളത് പറഞ്ഞത് പക്ഷേ പുതിയതൊന്നുമല്ല. 2 പതിറ്റാണ്ട് മുന്നേ അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തിന്റെ പ്രസംഗ രൂപമായിരുന്നു അത്. കൃത്യമായി പറഞ്ഞാൽ 2003 സംഭവിച്ച സ്നേഹാദരങ്ങളോടെ എന്ന പുസ്തകത്തിൽ ചരിത്രപരമായ ഒരാവശ്യം എന്ന തലക്കെട്ടോടെ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു ലേഖനം. അതായിരുന്നു ആ പ്രസംഗം. മരമന്നാധിപത്യത്തിന്റെ കീഴിൽ കഴിഞ്ഞ് കേരളവും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരുപോലെ നശിച്ച് നരകമാകുന്ന ഈ കാലത്ത് ആ ലേഖനത്തിന്റെ പ്രസക്തി എത്ര വലുതാണെന്ന് തിരിച്ചറിയണമെങ്കിൽ MD വാസുദേവൻ നായർ ഉറപ്പായും ഒരു പോങ്ങനായേ മതിയാവൂ. പ്രബുദ്ധർക്ക് അതൊരിക്കലും മനസ്സിലാവില്ല. അതുപോലെ പൊതുസമൂഹം ഇതിൽ നിന്ന് ഒരു കാര്യം കൂടി തീർച്ചയായും മനസ്സിലാക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പം നല്ല കാലം മുഴുവൻ നിലയുറപ്പിച്ച ഒരു മനുഷ്യൻ ഈ ഒരു പ്രായത്തിൽ വിമർശന സ്വരം ഉയർത്തിയെങ്കിൽ അതിനർത്ഥം നമ്മളൊക്കെ മനസ്സിലാക്കുന്നതിലും മോശമായി ഈ നാട് നാശത്തിലേക്ക് പോകുന്നു എന്ന് മാത്രമാണ്. അത് പറയാനുള്ള പോങ്ങത്വം ഈ വൈകിയ വേളയിലെങ്കിലും MD കൈവരിച്ചു. സ്വന്തം ഔന്നത്യത്തെ മാനിച്ചുകൊണ്ട് തന്നെ തന്റെ വിമർശനം അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്തു. അതിന്റെ രൂക്ഷത തിരിച്ചറിയാനുള്ള ബുദ്ധി പക്ഷേ ഒരൊറ്റ പ്രബുദ്ധനും ഇല്ല എന്നതാണ് സത്യം. കേരളീയരുടെ ആ വിവരക്കേടാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്കുള്ള വളമാകുന്നതും. തലയ്ക്ക് വെളിവ് വീണതരം മനുഷ്യർ പാർക്കുന്ന ഒരിടത്തും ഇന്ന് കമ്മ്യൂണിസം ഇല്ല. പക്ഷെ കേരളത്തിൽ അതുണ്ട്. കാരണം സഖാവ് ചിറ്റപ്പൻ ജയരാജൻ, EP ജയരാജൻ MDയുടെ വിമർശനത്തെ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. കേന്ദ്ര സർക്കാരിനെതിരെയാണ് MD വിമർശനം ഉയർത്തിയതെന്നാണ് ജയരാജന്റെ വാദം. പിണറായിയോട് ജനങ്ങൾക്ക് വീരാരാധനയാണെന്നും വിജയൻ വളരെ മഹാനാണെന്നും ജയരാജൻ പറഞ്ഞു കളഞ്ഞു. അദ്ദേഹം പറയുന്നതിൽ അപാകതയുണ്ടെന്ന് തോന്നുന്നില്ല. ജനം എന്ന പ്രയോഗം കൊണ്ട് ജയരാജൻ ഉദ്ദേശിച്ചത് പാർട്ടി അടിമകളെയാണ്. പാർട്ടിയോട് വിയോജിപ്പുള്ളവർ അവർക്ക് വർഗശത്രുക്കളാണ്. വർഗശത്രുക്കളെ ജനങ്ങളായല്ല കാഫിറുകളായാണ് പാർട്ടി ഗണിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണ് പോങ്ങൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അടിമകൾ യജമാനനെ വീരാരാധനയോടെ കാണുന്നതിൽ അതിശയമില്ലല്ലോ. ഉണ്ടോ? കളവ് മുതലിന്റെ അർഹമായിട്ടുള്ള വിഹിതം പങ്കുവെക്കുന്ന കൊള്ളത്തലവനോട് സംഘാംഗങ്ങൾക്ക് വിധേയത്വം കൂടുമെന്നാണ് തസ്കര ശാസ്ത്രം പറയുന്നത്. നേരും നെറിയും നന്മയും നിസ്വാർത്ഥതയും നീതിബോധവും സത്യബുദ്ധിയും ആദർശശുദ്ധിയും ഒക്കെയുള്ള എത്ര പേർ ഇന്ന് വിജയനൊപ്പം നിലകൊള്ളുന്നുവെന്ന് പരിശോധിച്ചാൽ തീർച്ചയായും വിജയന്റെ ജനപ്രീതിയുടെ മാറ്റും അതിന്റെ ഗുണമേന്മയും ആർക്കും പിടികിട്ടും. വേശ്യകളുടെയും വ്യഭിചാരികളുടെയും തെരുവുഗുണ്ടകളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും കച്ചവട ബുദ്ധി മാത്രമുള്ള വ്യവസായികളുടെയും സ്വാർത്ഥചിത്തരായിട്ടുള്ള പൗരപ്രമുഖരുടെയും പ്രിയത്തിന് പാത്രമാകുന്നതല്ല ജനപ്രീതി. EP ജയരാജന്റെ കണ്ണിൽ വിജയൻ മഹാനായതുകൊണ്ട് പൊതുസമൂഹത്തിന് അങ്ങനെ ആവണമെന്നില്ല. അതുപോലെ വിജയന്റെ കരങ്ങൾ ശുദ്ധമാണെന്ന് തികഞ്ഞ വിശ്വാസത്തോടെ ഗോവിന്ദൻ സഖാവ് പത്രക്കാരോട് പറയുന്നത് കേട്ടു. ഈ ജയരാജനെയും ഗോവിന്ദനെയും ഒന്നും കുറ്റപ്പെടുത്തിയിട്ട് ഒട്ടും കാര്യമില്ല. കാരണം കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം വരെ ബൗദ്ധിക പ്രായപൂർത്തി കൈവരിക്കാൻ കഴിയില്ല. ശരീരം കണ്ടമാനം വളരും, നല്ല നിലയ്ക്ക് പേശീബലമൊക്കെ ഉണ്ടാവും, നല്ല മുഴുത്ത തലയും കണ്ടേക്കും. പക്ഷെ ബൗദ്ധികമായി മാത്രം അവർക്ക് പ്രായപൂർത്തി കൈവരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ജയരാജനും ഗോവിന്ദനുമൊക്കെ മനസാക്ഷിക്കുത്തില്ലാതെ തറപ്പിച്ച് പറയാൻ കഴിയും വിജയൻ ഒരു മഹാനാണെന്നും മറ്റുമൊക്കെ. എന്തിനധികം വിജയന് പോലും വിജയനെ പറ്റിയുള്ള ധാരണ അത് തന്നെയാണ്. താനൊരു മഹാനാണെന്ന മട്ടിലാണ് വിജയനെ തന്നെ കൈകാര്യം ചെയ്യുന്നത്. കുഴപ്പം ഈ ബൗദ്ധിക പ്രായപൂർത്തി കൈവരിക്കാൻ കഴിയുന്നില്ല എന്നത് മാത്രമാണ്. സർഗസിദ്ധിയും പ്രതിഭാശേഷിയും ഒക്കെ ഉണ്ടായിരുന്ന സാക്ഷാൽ MD വാസുദേവൻ നായർക്ക് പോലും ബൗദ്ധിക പ്രായപൂർത്തി കൈവരിക്കാൻ 90 വർഷം ഇഹലോകത്ത് കഴിയേണ്ടി വന്നു. കമ്മ്യൂണിസം ബാധിച്ചതുകൊണ്ട് മാത്രം സംഭവിച്ച ഏനക്കേടാണത്. അപാരമായ നിലയിൽ പ്രകൃതി അനുഗ്രഹിച്ചതുകൊണ്ട് മാത്രമാണ് ബൗദ്ധിക പ്രായപൂർത്തി കൈവരിച്ച് ഈ പ്രായത്തിലെങ്കിലും അദ്ദേഹത്തിനൊരു പോങ്ങനാവാൻ കഴിഞ്ഞത്. അദ്ദേഹത്തെ അനുഗ്രഹിച്ച പ്രകൃതി സകല പ്രബുദ്ധരെയും കടാക്ഷിച്ച് എല്ലാവർക്കും ബൗദ്ധിക പ്രായപൂർത്തി കൈവരിക്കാൻ അവസരം തീർച്ചയായിട്ടും നൽകട്ടെ. വിഡ്ഢിത്ത നിർമ്മാർജ്ജനത്തിലൂടെ മാത്രമേ കമ്മ്യൂണിസത്തെ തുടച്ചു നീക്കാൻ കഴിയൂ. അതുവഴിയല്ലാതെ കേരളത്തിനും രക്ഷയില്ല. വരാനിരിക്കുന്നവരുടെ തലമുറകൾക്ക് വേണ്ടി കമ്മികൾ ഈ നാട് കക്കുകയാണ്. അത് തടയണം. വരാനിരിക്കുന്ന നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ഈ നാട് കാക്കുകയാണ് നമ്മുടെ ചുമതല. കാരണം ഭൂമി എപ്പോഴും ജനിക്കാനിരിക്കുന്നവരുടെ സ്വന്തമാണ്. ജനിച്ചവർ വെറും സന്ദർശകർ മാത്രമാവും. അല്പം അന്യതാബോധത്തോടെ എല്ലാം കണ്ടും കേട്ടും ഒടുങ്ങി മടങ്ങാനേ പാടുള്ളൂ. കമ്മികൾ പക്ഷേ ഇതെല്ലാം അവരുടെ മാത്രം സ്വകാര്യ സ്വത്തായി കണ്ട് അനുഭവിക്കുന്നു. അതിന് അറുതി വരുത്തണം. MD പറഞ്ഞതിന് ഇങ്ങനെയൊരു അർത്ഥം കൂടി കൽപ്പിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല.
എന്തായാലും പുതുപുത്തൻ പോകനായ ശ്രീ MD വാസുദേവൻ നായരെ പോങ്ങ സമൂഹത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മുത്തുപോകൻ തൽക്കാലത്തേക്ക് വായ പൂട്ടുന്നു. എല്ലാവരോടും സ്നേഹം, എല്ലാവർക്കും നന്മകൾ. Yeah, I'm really talking my shit like